Magic morning to all. Good morning to all. Okay, magic morning, sir. Good morning. അപ്പോൾ നമുക്കൊരു പാരൻസ് ഡേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പോസ്റ്ററും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബി മാജിക് ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു മെമ്പറും കൂടെ വന്നിട്ടുണ്ട്, നസ്രുദ്ദീൻ. അപ്പോൾ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനർ എന്ന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആളിന്ന് എടുക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ് വേർ പാഷൻ ഇഗ്നൈറ്റ്സ്, എവിടെയാണ് നമ്മുടെ പാഷനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക. ബി മാജിക് ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയൊരു മെമ്പറാണ്. സോ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക. ഒരു ട്രെയിനർ ആവാൻ വേണ്ടി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ്. സോ നസ്രുദ്ദീൻ, കേൾക്കാവോ? അപ്പൊ എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, thank you. So, a very warm good morning to all. എൻ്റെ പേര് നസ്രുദ്ദീൻ. ഞാൻ മലപ്പുറം മഞ്ചേരിയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഞാൻ സെയിൽസുകാരുടെ ട്രെയിനർ ആകാനുള്ള ഒരു മെന്റർഷിപ്പിലാണ് നിലവിൽ. സോ ഇതെന്റെ ബി മാജിക്കിലെ ഫസ്റ്റ് ഡേ ആണ്. സോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വേർ പാഷൻ ഇഗ്നൈറ്റ്സ് എന്നുള്ളതാണ്. പാഷൻ നിങ്ങൾ എല്ലാവരും മേ ബി ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആവും പാഷൻ. സോ ഇന്ന് ആ ഒരു പാഷൻ എന്നുള്ള വേർഡിന് ഞാനൊരു ക്ലാരിറ്റി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പാഷൻ ഉണ്ടാവും അല്ലെ? സോ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് യുവർ പാഷൻ എന്നുള്ളത്. ഒരുപാട് പേര് വെൽക്കം ഒക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ചാറ്റ് ബോക്സിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ വാട്ട് ഈസ് യുവർ പാഷൻ എന്നുള്ളത്. ടീച്ചിങ്, ട്രെയിനർ, സംതിങ് മോർ. രണ്ടുപേർക്കുള്ള പാഷൻ മൈ കരിയർ ഗ്രോത്ത്, ട്രെയിനിങ്. ഓക്കെ, ഫൈൻ. സോ ഞാന് എന്റെ പാഷൻ ഇഗ്നൈറ്റ് ആയ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞാൻ UP പഠിക്കുന്ന ടൈമിൽ എന്റെ ടീച്ചിങ്, നഴ്സിംഗ്, ഓക്കെ ഫൈൻ. സോ ഞാൻ UP പഠിക്കുന്ന ടൈമിൽ എന്റെ മൈൻഡിൽ എന്റെ ഒരു പാഷനായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. ഹിയറിങ്. ഞാൻ നന്നായിട്ട് ആളുകളെ കേൾക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കേൾക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ഒരു ടൈമിൽ ഒരുപാട് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളെ, എന്റെ ഫാമിലിയിലുള്ള എന്റെ കസിൻസ്, ഇവരൊക്കെ ഞാൻ നന്നായിട്ട് കേൾക്കുമായിരുന്നു. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും മടുപ്പില്ലാതെ ഞാൻ കേൾക്കുമായിരുന്നു. ആൻഡ് നെക്സ്റ്റ്ലി ഒരു ഹൈസ്കൂളൊക്കെ എത്തിയ ടൈമിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ചെവി പൊട്ടിപ്പോയാലും ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ആ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി അതാണ് എന്റെ പാഷൻ എന്നുള്ളത്, സംസാരിക്കാൻ. ആൻഡ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ട്, അവള് ആ ഒരു ടൈമിൽ അറ്റ് ദ പ്രസന്റ് ടൈം അവള് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നോട് ഷെയർ ചെയ്യുന്നുണ്ടായി. സോ ആ ഒരു ടൈമിൽ ഞാൻ അവളെ കേട്ടിട്ട് എനിക്ക് അവളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും. കാരണം ഞാൻ അവളെ ഹീൽ ചെയ്യുന്ന രൂപത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. സോ ആ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചു അതാണ് എൻ്റെ ഭാഷ. ഒരാളെ കേട്ട് ആളോട് ഭയങ്കര അയാളെ മനസ്സിലാക്കി ഒരു എമ്പതിയോടുകൂടി സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്റെ ഫെയർവെല്ലിന്റെ ടൈമില് ഞാൻ പഠിച്ചത് ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. സോ അവിടെ അത്ഭുത ഇംഗ്ലീഷ് സ്കൂൾ പട്ടു, അവിടെയാണ് ഞാൻ പഠിച്ചത്. സോ 10ാം ക്ലാസ്സിന്റെ ഫെയർവെല്ലിന്റെ ടൈമില് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒരു 3 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഏകദേശം 100ഓളം കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും ആരും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആരും പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ ആ ഒരു ടൈമിൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എന്നോട് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പള് ജസ്റ്റ് നസു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മൈക്ക് തന്നു.
എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ. പക്ഷെ ഞാനന്ന് ഏകദേശം 3 മണിക്കൂർ ആ മൈക്ക് വെച്ചിട്ട് സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ അസംബ്ലി ആങ്കർ ചെയ്യാറുണ്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നാൽ ഞാൻ ചെയ്യാറുണ്ട് സ്കൂളിൽ. പക്ഷെ ഒരു സ്ക്രിപ്റ്റോ ഒരു മുൻ പ്രിപ്പറേഷനും ഇല്ലാതെ ഞാൻ ഏകദേശം 3 മണിക്കൂറോളം അന്ന് ആ ഫെയർവെല്ലിൽ സംസാരിച്ചു. പഴയ ഓരോ കാര്യങ്ങൾ, ഒരുപാട് ടീച്ചേഴ്സിനെ പറ്റി കുറെ പൊക്കി പറഞ്ഞു, അതൊക്കെ പറഞ്ഞത് കുറച്ച് പൊക്കി പറഞ്ഞു. അങ്ങനെ ഭയങ്കര നൈസായിട്ട് ആ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ ഒരു ഷോർട്ട് വീഡിയോ, ഒരു 30 സെക്കൻഡ്സ് വീഡിയോ, ഒരു വാട്സപ്പ് സ്റ്റാറ്റസിലുള്ള വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഞാനത് വാട്സപ്പ് സ്റ്റാറ്റസ്. സോ ആ ഒരു വീഡിയോയില് ഒരു 2-3 പോർഷനിൽ ഞാനുണ്ട്. ലൈക്ക് ഞാൻ ആദ്യം സ്റ്റാൻഡിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്, പിന്നീട് ഞാൻ മൈക്ക് പിടിച്ചിട്ട് നിന്നിട്ട് നേരെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ ഇറങ്ങി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ മുന്നിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെയൊക്കെ പാർട്ടുകൾ, ക്ലിപ്സ് ആ ഒരു വീഡിയോയിലുണ്ട്. സോ ഞാന് ആ ഒരു വീഡിയോ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ എന്റെ ഒരു കസിന് എനിക്ക് ആ ഒരു ഇതിനെ റിപ്ലൈ ആവും. ആദ്യം ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഒക്കെ ഇട്ട് വന്നിട്ട് എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അയച്ചു. ഫാത്തിമ മിൻഹാട്ടി, നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും. മലപ്പുറത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ് ഫാത്തിമ മിൻഹാട്ടി. എന്നിട്ട് എന്റെ കസിൻ എന്നോട് പറഞ്ഞു, നീ ഈ പേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു. സോ ഞാൻ ആ ഒരു പേജ് നോക്കുമ്പോൾ ഒരു 15 വയസ്സുകാരി, ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടി ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്, അതും എന്റെ നാട്ടുകാരിയാണ്, ലൈക്ക് മലപ്പുറത്ത് നിന്നുള്ള ഒരു പെൺകുട്ടി ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഹോൾഡറാണ്, ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് ഹോൾഡർ. അവര് ആ കൊറോണയുടെ ഒക്കെ ടൈമിൽ അവരുടെ റെക്കോർഡ് എന്താണെന്ന് വെച്ചാല് യങ്ങസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ ഇൻ ഇന്ത്യ. എനിക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെയാണ്, അതായത് അതുവരെ എന്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് എൽഡർ ആയിട്ടുള്ള ആളുകൾക്ക്, കുറച്ച് വലിയ ആളുകൾക്ക്, കുറച്ച് ഭയങ്കര അറിവുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു, എന്നെക്കാൾ ഒരു വയസ്സ് താഴെ ആ ഒരു കുട്ടിക്ക് അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ആൻഡ് ആ ഒരു പോയിന്റ് ആണ് എന്റെ ഇഗ്നൈറ്റിംഗ് പോയിന്റ്, ദ പാഷൻ ഇഗ്നൈറ്റ്സ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ മെന്ററിങ് എന്നുള്ള ഈ ഒരു ഫീൽഡിൽ, അല്ലെങ്കിൽ ഇത് ഒരു പാഷനായിട്ട് ഞാൻ മനസ്സിലാക്കി. സോ നിങ്ങൾക്കും മേ ബി ഉണ്ടാവില്ലേ ഇതുപോലെ പാഷൻ ഇഗ്നൈറ്റ് ചെയ്ത മൊമെന്റ്സ്. ഇങ്ങനെ നാച്ചുറലി പാഷൻ ഇഗ്നൈറ്റ് ചെയ്ത മൊമെന്റ്സ് ഉള്ളവരെ ജസ്റ്റ് ഒന്ന് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ പാഷൻ ആർക്കും മനസ്സിലായിട്ടില്ല? Nobody is there? Fine. Okay. So നമ്മളിപ്പോ കുറെ പറഞ്ഞു, പാഷനെ പറ്റി പറഞ്ഞു അല്ലേ? സോ വാട്ട് ഈസ് പാഷൻ? ബോറടിക്കുന്നുണ്ടോ? കുറെ ഇന്ററാക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ബോറടിക്കുന്നു. എല്ലാരും ചിരിച്ചേ. അന്നേ ഓക്കെ ഫൈൻ. സോ ലെറ്റ് മീ കണ്ടിന്യൂ. സോ ഫൈൻ, ഇവിടെ നെറ്റ് പോകുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ വാട്ട് ഈസ് പാഷൻ? എന്താണ് പാഷൻ? ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പാഷന് ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അതായത് പാഷൻ ഇസ് എ ഫീലിംഗ്. സോ പാഷൻ ഇസ് എ ഫീലിംഗ്. അതായത് ചിലവര്, ഇപ്പൊ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പാഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോ SSLC +2 ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രീം ഏതാണ് എടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്ന പോലെ എന്റെ സ്ട്രെങ്ത് ഇതാണ്, എന്റെ വീക്ക്നെസ് ഇതാണ്, അപ്പൊ എനിക്ക് ഇത് പറ്റും, അങ്ങനെ ലാസ്റ്റ് പാഷൻ എന്നുള്ള ഒരു സംഭവം റൗണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് പാഷൻ എന്നുള്ള ഒരു സംഭവം നാച്ചുറൽ ആയിട്ട് നമ്മളിലേക്ക് വരേണ്ട ഒരു സംഭവമാണ്. അതായത് പാഷൻ എന്നുള്ള ഒരു സംഭവം
നാച്ചുറലി നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ എനിക്ക് ഇഗ്നൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലൊരു പോയിന്റിൽ ഇഗ്നൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പാഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ചിലവര് ചെയ്യുന്ന പോലെ സ്കില്ല് അനാലിസ് ചെയ്യും, വീക്ക്നെസ് അനാലിസ് ചെയ്യും, അങ്ങനെ ലാസ്റ്റ് ഇതാണ് എന്റെ പാഷൻ, ഇനി മുതൽ ഇതാണ് എന്റെ പാഷൻ എന്നുള്ളത് ചിലവർ മുദ്രവെച്ചു. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഫൈൻ ഐ തിങ്ക്. സോ ആൻഡ് സെക്കൻഡ്ലി, നിങ്ങളുടെ പാഷന് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇപ്പോ നേരത്തെ ഞാൻ വാട്ട് ഈസ് യുവർ പാഷൻ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പാഷനെ പറ്റി പറഞ്ഞു. ടീച്ചിങ് എന്ന് പറഞ്ഞു, മെന്ററിങ് എന്ന് പറഞ്ഞു, കുക്കിംഗ് എന്ന് പറഞ്ഞു, ട്രെയിനിങ് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്തു. സോ ഒരു 10 വർഷം മുന്നേ മേ ബി നിങ്ങൾക്ക് ഇതാവില്ല പാഷൻ, അല്ലേ? ആണോ? നിങ്ങൾ എല്ലാവരും ഒരു 10 വർഷം മുന്നത്തെ പാഷന് ഒന്ന് ഓർത്തെടുത്തിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. നിങ്ങളുടെ ജീവിതത്തിൽ 10 വർഷം മുന്നേ നിങ്ങൾക്ക്, ഇപ്പൊ ഞാന് ടീച്ചിങ് ആണ്, ഓക്കെ, ദെൻ 10 വർഷം മുന്നേ മേ ബി അതിലൊരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്കിപ്പോ ഞാൻ പറഞ്ഞു ട്രെയിനർ എന്നുള്ളതാണ് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളതാണ് എന്റെ ഒരു പാഷൻ. പക്ഷേ ബിസിനസ്, ഓക്കെ ഫൈൻ. സോ 10 വർഷം മുന്നേ എനിക്ക് 8 വയസ്സാണ്. അന്ന് മേ ബി എന്റെ പാഷൻ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് ലൈക്ക് വല്ല മണ്ണപ്പം ചുട്ട് കളിക്കലോ അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ആവും. യാ, സൈക്ലിംഗ്, ഐ തിങ്ക് സോ. ഓക്കെ, സോ അങ്ങനെ പാഷൻ എപ്പോ ആണെങ്കിലും ചേഞ്ച് ചെയ്യും. എപ്പോ ആണെങ്കിലും എന്നല്ല, നമ്മുടെ നമ്മള് ഐ തിങ്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ പാഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വർക്ക് ഇൻ പ്രസന്റ് പാഷൻ. ഇപ്പോ നിലവില് അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് എന്താണോ പാഷൻ ആയിട്ടുള്ളത്, ഇപ്പോ സ്റ്റാർട്ടിങ്ങില് നിങ്ങളൊക്കെ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്വന്തം പാഷൻ പറഞ്ഞു, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഐ തിങ്ക് ദ ഗുഡ് ടേം ഈസ് എക്സലന്റ്. എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോ സെയ്ഫ് സർ ഈ ഇടയ്ക്ക് എടുത്ത ട്രെയിനിങ്ങുകളിലൊക്കെ സാർ യൂസ് ചെയ്തിരുന്ന ടേം ഉണ്ട്, ആടുജീവിതം. ആക്ച്വലി ആടുജീവിതം കണ്ടോ എല്ലാവരും? കണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, ശൈലി മാം ഇല്ല എന്ന് പറയുന്നുണ്ട്. കണ്ടില്ല. കണ്ടില്ല. ഓക്കെ, നോ, സുലേഹ മാം ഇല്ല എന്ന് പറയുന്നു. ഓക്കെ ഫൈൻ. സോ ആടുജീവിതത്തിനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും ആടുജീവിതത്തിനെ. അതായത് ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഏകദേശം 16 വർഷത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ആണ് ആടുജീവിതം. ഈ ആടുജീവിതത്തിൽ ഞാൻ ബ്ലസ്സി അല്ലെങ്കിൽ ആടുജീവിതം അതിനെ പറ്റി ഒന്നുമല്ല പറയാം. ആടുജീവിതത്തിന്റെ മെയിൻ ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ, അദ്ദേഹം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ, അല്ലേ? യെസ്, ഓക്കെ. സോ പൃഥ്വിരാജ് സുകുമാരന് ഈ ആടുജീവിതത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ആടുജീവിതത്തിന്റെ ഏതൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും ഇനി ഇതിലേറെ ബെസ്റ്റ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയും. അതായത് ആടുജീവിതത്തിന്റെ ഏതൊരു സംഭവം എടുത്താലും ഞാനത് എന്റെ മാക്സിമം, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. സോ അതാണ് ഒരു പാഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു സംഭവം. നമ്മളെ കൊണ്ട് എക്സലന്റ് ആയിട്ട് ഏറ്റവും മാക്സിമം എന്താണോ പറ്റുക അത് വർക്ക്ഔട്ട്. ഇപ്പോ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ വേറെ പല ഫിലിംസും ഉണ്ട്, ഇല്ലേ? ഒരുപാട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ കറന്റ്ലി ഒരുപാട് ഫിലിംസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആടുജീവിതം ഹൈലൈറ്റ് ചെയ്ത് പറയും? അത് പാഷനേറ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ്. ഇപ്പോ ട്രെയിനിങ് ഫീൽഡിൽ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇപ്പോ നമ്മൾ ഏകദേശം 36 ആണ്, 36 ആളുകളുണ്ട്. ഞാനടക്കം 36 ആളുകൾ. ഈ 36 ആളുകൾ എന്തുകൊണ്ട് സെയ്ഫ് അല്ലാപ്രയെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സെയ്ഫ് അല്ലാപ്രയെ ഒരു മെന്റർ ആയിട്ട് കാണുന്നു? ബിക്കോസ് അദ്ദേഹത്തിന്റെ വർക്കിൽ പാഷനേറ്റ് ആണ്. അതുപോലെ നമ്മളെ വർക്കിൽ എത്രത്തോളം പാഷനേറ്റ് ആക്കുന്നു അത്രത്തോളം നമ്മുടെ പാഷനെ നമുക്ക് യുണീക്ക് ആക്കാൻ പറ്റും. സോ ഞാനൊരു സെന്റൻസ് പറയാം. സക്സസ് ഫ്യൂൽ പാഷൻ മോർ ദാൻ പാഷൻ ഫ്യൂൽ സക്സസ്. മീൻസ്
നിങ്ങളുടെ ഒരു സക്സസ്, നിങ്ങളുടെ ഒരു വിജയം പാഷനെ ഫ്യൂവല് ചെയ്യുന്നതിനേക്കാൾ ഇപ്പോ നിങ്ങളുടെ നിങ്ങളുടെ പാഷൻ സക്സസിലേക്ക് നയിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു സക്സസ് നിങ്ങളുടെ പാഷനെ എൻഹാൻസ് ചെയ്യും. മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങൾ ഒരു സക്സസിലെത്തി, ആ സക്സസ് നിങ്ങളുടെ പാഷനെ നന്നായിട്ട് ഫ്യൂൽ ചെയ്യും, ആ പാഷനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. മേ ബി നിങ്ങളുടെ പാഷൻ സക്സസിനെ അത്രത്തോളം എൻഹാൻസ് ചെയ്യണമെന്നില്ല, കമ്പാരിറ്റീവ്. ഓക്കെ, ഞാൻ കുറെ നേരമായിട്ട് പറയുന്നുണ്ട് അല്ലേ? ചിരിക്കുന്നുണ്ട്. ആരൊക്കെയോ സിന്ധു മാം, നിങ്ങള് ചെടി നനക്കുകയാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ മോർണിംഗ് വാക്ക്. ഓഹോ, ഫൈൻ 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 സോറി, എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട്. ഓക്കെ, ഫൈൻ. സോ നല്ല ക്ലാസ്, താങ്ക് യു ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്നുകൂടെ ചിരിച്ചേ. ക്ലാസ് നന്നാണ്ട് സാർ. താങ്ക് യു. അപ്പൊ എല്ലാ പാഷനും സക്സസിലേക്ക് എത്തണമെന്നില്ല എന്നുള്ളതല്ലേ സാർ സൂചിപ്പിച്ചേ? അതെ, അതായത് നമ്മള് എത്രത്തോളം, അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളെ ആക്ച്വൽ പാഷൻ ആണോ എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു 5 questions ഞാൻ എന്റെ നെക്സ്റ്റ് ഇതിലുണ്ട്. സോ ഐ വിൽ ലെറ്റ് മീ കണ്ടിന്യൂ. ഞാൻ പറഞ്ഞില്ല. ഓക്കെ. സോ നിങ്ങൾ ചൂണ്ടയിടാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സപ്പോസ് ഒരാളുടെ പാഷൻ ചൂണ്ടയിടാൻ പോകില്ല, കുളത്തിലും റിവറിലൊക്കെ ചൂണ്ടയിടാൻ പോലാണ് ഒരാളുടെ പാഷൻ എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ പറയാണ്, ഞാൻ നാളെ മുതൽ എന്റെ പാഷൻ ഫോളോ ചെയ്യാണ്, ഞാൻ നാളെ മുതൽ ചൂണ്ടയിടല് ആണ് ചെയ്യുന്നത്, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ അത് എങ്ങനെ വരുമാന മാർഗമാക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ഒരാളിപ്പോ വീട്ടിൽ പോയിട്ട് പറഞ്ഞാല് എന്താ സംഭവിക്കുക? ഒന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഉറപ്പായിട്ടും ചീത്ത കേൾക്കും. കാരണം ഇപ്പൊ നാളെ തന്നെ അറിയാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതെ, അറിയാത്തതാണെങ്കിൽ കൂടി, മീൻസ് ചിലപ്പോ അയാൾ അതിൽ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ കൂടിയിട്ട് ചൂണ്ടയിടൽ എന്നുള്ളൊരു സംഭവം ആയതുകൊണ്ട് ചീത്ത കേൾക്കും, തെറി കേൾക്കും, അല്ലെ? നീ നല്ലൊരു ലൈഫ് ഉണ്ടാവില്ല, സക്സസ് ഉണ്ടാവില്ല, അങ്ങനെ ഫുള്ള് ഡിസ്ട്രാക്ഷൻസ് ആവും, അല്ലെ? സോ അങ്ങനെ ചൂണ്ടയിടല് പാഷനായിട്ട് ആ പാഷൻ ഫോളോ ചെയ്ത് യൂട്യൂബില് ഏകദേശം 3.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു മലയാളി ബ്ലോഗർ അറിയോ? ഇനി അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഫിഷിംഗ് ഫ്രീക്സ്. അതാണ് ആ ചാനലിന്റെ പേര്, ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ടു നോക്കും. ഏകദേശം അദ്ദേഹം ഇപ്പോ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ പറഞ്ഞു എന്ത് തെറി കേൾക്കുന്നത്. ഐ തിങ്ക് സോ, ഐ ടു തിങ്ക് സോ. ചിലപ്പോ ഞാൻ എന്റെ വീട്ടിൽ നാളെ പറയാണ്, ഞാൻ പഠിപ്പ് നിർത്തുകയാണ്, ഇതിപ്പോ നടക്കുന്നില്ല, ഞാൻ നാളെ മുതൽ ചൂണ്ടയിടാൻ പോവാണെന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല തെറി ഞാനും കേൾക്കും. പക്ഷെ അദ്ദേഹം പാഷനെ ഫോളോ ചെയ്ത് ഫിഷിംഗ് ഫ്രീക്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല രീതിയിലുള്ള ഒരു റവന്യൂ, ഒരു ഫിഷിംഗ് ബ്രാൻഡ് തന്നെ അദ്ദേഹം ബിൽഡ് ചെയ്തു. അദ്ദേഹം MSc ഇലക്ട്രോണിക്സ് പഠിച്ചതാണ്. ആൻഡ് നെക്സ്റ്റ്ലി ആ ഒരു ഫിഷിംഗ് എന്നുള്ളതിൽ ഒരു ബിസിനസ് സാധ്യത കൂടി കണ്ട് അദ്ദേഹം അതിലൂടെ വർക്കൗട്ട് ചെയ്തു. ഈ ഫിഷിംഗ് ഗിയർ സെറ്റിംഗ്സ്, ഫിഷിംഗ് ഗിയർ ഇത് ഭയങ്കര എക്സ്പെൻസീവ്, അത് എനിക്കൊരു പുതിയ അറിവാണ്, എക്സ്പെൻസീവ് ആണ്. സോ അദ്ദേഹം അത് സെല് ചെയ്യുന്ന ഫിഷിംഗ് മെറ്റീരിയൽ, ഫിഷിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിയർ സെല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടി ക്രിയേറ്റ് ചെയ്തു. സോ പാഷൻ ഫോളോ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ മാസീവ് സക്സസ്. ഓക്കെ. സോ നമ്മള് ആദ്യം പറഞ്ഞു അല്ലെ, ഒരുപാട് പേർക്ക് ക്ലാസ് ബോറിംഗ് ആവുന്നില്ല, എല്ലാവരും ചിരിക്കുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്. ഇല്ല നല്ല ക്ലാസ്. ഓക്കെ, താങ്ക് യു. സിന്ധു മാം ഒക്കെ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ദിവ്യാനോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫൈൻ. സോ ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. ദീന. ഓക്കെ, നോ താങ്ക് യു. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് പലതരത്തിലുള്ള പാഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഇപ്പോ പലതരത്തിലുള്ള പാഷൻ ഉണ്ടെന്ന് പറഞ്ഞു, കുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ടീച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞു,
മെന്ററിങ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ചെയ്തു. സോ നിങ്ങൾ ഈ പാഷൻ എന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സംഭവം ആക്ച്വലി നിങ്ങളുടെ പാഷൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. 5 ക്വസ്റ്റ്യൻസ്. ഈ 5 ക്വസ്റ്റ്യന് നിങ്ങളുടെ ഉത്തരം യെസ് ഐ ഡു എന്നാണെങ്കിൽ, യെസ് ഐ ഡു അല്ലെങ്കിൽ യെസ് എന്നാണെങ്കിൽ യാ ഇറ്റ്സ് യുവർ പാഷൻ. എന്നാൽ നോ ഐ ഡിഡിൻ എന്നാണെങ്കിൽ സോറി, ഇറ്റ്സ് നോട്ട് യുവർ പാഷൻ. സോ ഞാൻ അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് വൺ, നിങ്ങൾ അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ടീച്ചിങ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, ഒരു ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഒരു പാഷൻ എടുക്കാം. ലൈക്ക് എംബ്രോയിഡറി ആർട്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഭയങ്കര പാഷനായിട്ട് എംബ്രോയിഡറി ആർട്ട്. അവള് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുടങ്ങി ഭയങ്കരമായിട്ട് ഇത് സെല് ചെയ്യുന്ന ഒരാളാണ്. സോ എംബ്രോയിഡറി ആർട്ട് ഒരു പാഷൻ. സോ ആർട്ട് റിലേറ്റഡ് പാഷൻ. സോ ഈ ഒരു പാഷന് ഇപ്പോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാവും. ഈ ഒരു പാഷനില് നിങ്ങൾക്ക് ഒരാള് ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യും, ഒരു 5 നോവൽ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്കൊരാള് നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു 5 നോവൽ സജസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ എക്സൈറ്റ്മെന്റോടുകൂടി ആ ഒരു പുസ്തകം വായിക്കും. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ് ആണ്, അങ്ങനെയെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ പാഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന 5 പുസ്തകം നിങ്ങൾക്ക് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വിൽ യു റീഡ് ഇറ്റ് വിത്ത് എക്സൈറ്റ്മെന്റ് ഓർ നോട്ട്? യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇറ്റ് ഈസ് യുവർ പാഷൻ. നോ എന്നാണെങ്കിൽ സോറി, ഇറ്റ് ഈസ് നോട്ട്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, യെസ്, ഓ ഗുഡ്. ഓക്കെ, ദിവ്യ യെസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം എന്താണ് എന്നുള്ളത്. ദിവ്യയുടെ പാഷൻ തന്നെയാണോ ദ എക്സാക്ട് പാഷൻ എന്നുള്ളത് ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻസിന് കൂടെ നിങ്ങൾ ആൻസർ ചെയ്തതോടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഷൈനി ഓക്കെ യെസ് ഓക്കെ ഫൈൻ. സോ നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യും, ഇതാണോ എന്റെ പാഷൻ, അല്ലെങ്കിൽ എക്സാക്ട്ലി ഇതാണോ എന്റെ പാഷൻ, ഞാൻ പാഷൻ എന്ന് വിചാരിക്കുന്ന സംഭവം തന്നെയാണോ, ഇസ് ഇറ്റ് റിയൽ ഓർ നോട്ട്? നിങ്ങൾക്ക് ഈ ഒരു 5 ക്വസ്റ്റ്യനിലൂടെ നിങ്ങളെ തന്നെ വിലയിരുത്താം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. വിൽ യു റീഡ് 5 ബുക്സ് അബൌട്ട് യുവർ പാഷൻ? നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 5 ബുക്സ്, ഒരു 5 ബുക്കും, ഒരു 5 നോവൽ, ഒരു 5 ഫിലിമും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ സേഫ് സാർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു. നിങ്ങൾ അത് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി വായിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു സാധനം ഇടും? സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ തീരെ പൈസ ഇല്ലാത്ത സമയത്ത്, മീൻസ് നിങ്ങൾക്ക് ഒരു ബേസിക് ഇൻകം ഒന്നുമില്ല, അങ്ങനെ ഒരു ഇൻകം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുമോ? പാഷൻ ഫോളോ ചെയ്യുമോ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേറൊരു ഇൻകം ഇല്ലായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷൻ മാത്രം ആലോചിച്ചുകൊണ്ട് ഇരിക്കുമോ എന്നല്ല. നിങ്ങൾ ആ ഒരു പാഷനിൽ അപ്ഡേറ്റഡ് ആവുമോ? ഇപ്പൊ ട്രെയിനർ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു ഇൻകം ഇല്ലാത്തൊരു ടൈമില് ട്രെയിനിങ്ങിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്താണ്, പുതിയ ടോപ്പിക്സ് എന്താണ്, പുതിയ മെത്തേഡ് ഓഫ് ട്രെയിനിങ് എന്താണ്, ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ ആ ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു ഇൻകം റിസോഴ്സ്, മോണിറ്ററി റിസോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ടൈമിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആവുന്നുണ്ടോ, നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇഫ് ഇറ്റ് ഈസ് യെസ്, ഇറ്റ്സ് യുവർ പാഷൻ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോ, സോറി, ഇറ്റ്സ് നോട്ട്. യെസ്, ഓ. സോ ഷൈനി മാം രണ്ടാമത്, ബീന രണ്ടാമത്, വോ ഗുഡ്, വെരി ഗുഡ്. സോ ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യന്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. സപ്പോസ് ഇമാജിൻ ചെയ്യും, സൈസ്ഫെയർ പറയുന്ന പോലെ വിഷ്വലൈസ്. സോ ഇപ്പോഴത്തെ നമ്മളാരും അല്ല ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, ബട്ട് ജസ്റ്റ് വിഷ്വലൈസ്, ജസ്റ്റ് ഇമാജിൻ. സപ്പോസ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആരാന്നറിയോ? അറിയുന്നവരൊന്ന് ടെക്സ്റ്റ് ചെയ്തു, ഇപ്പോഴത്തെ ലോകത്തിലെ കറന്റ്ലി ഏറ്റവും വലിയ പണക്കാരനാണ്.
ഒന്ന് ചാറ്റ് ബോക്സ് എലോൺ മസ്ക്. എലോൺ മസ്ക്. മസ്ക്, ഓക്കെ. ഐ തിങ്ക് ബെർണാഡ് അർണോൾട്ട് അല്ലേ? ഐ തിങ്ക് എലോൺ മസ്ക് സെക്കൻഡ് ആണ്. ഞാൻ അതില് ക്ലാരിഫൈഡ് അല്ല. ഐ തിങ്ക് മീൻസ് എന്റെ ഇൻ മൈ നോളജ് ഐ തിങ്ക് ബെർണാഡ് അർണോൾട്ട് ആണ് ഏറ്റവും വലിയ ഫസ്റ്റ് വൺ. യെസ്, അതെ. ഐ തിങ്ക് ബെർണാഡ് അർണോൾട്ട് ആണ് ഏറ്റവും ഒന്നാമത് പൈസക്കാരൻ, റിച്ച് പേഴ്സൺ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എലോൺ മസ്ക്. ഓക്കെ. സോ നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തി എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുമോ? മീൻസ് ഇപ്പോ സേഫ് സ്റ്റാർ ആണ് എടുക്കാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട്. സേഫ് സ്റ്റാർ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനാണ്. സേഫ് സ്റ്റാർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രെയിനിങ് എന്നുള്ളത്. സേഫ് സ്റ്റാർ ഭയങ്കര ഏറ്റവും വലിയ റിച്ച് പേഴ്സൺ ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തിനാ ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്, ജസ്റ്റ് ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതല്ല സർ, ചിന്തിക്കുകയാണെങ്കിൽ അതല്ല സാറിന്റെ പാഷൻ. സോ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് പേഴ്സൺ ആയാൽ, പണക്കാരനായാൽ, നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് യെസ്, ഇറ്റ് ഈസ് യുവർ പാഷൻ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോ, ഇറ്റ്സ് നോട്ട്. യെസ്, ഓ വെരി വെരി ഗുഡ്. മൂന്നാമത്തതിനും ബീന മാം യെസ് എന്ന് പറയും. സോ ബീന മാമിന്റെ സിന്ധു മാം പറയുന്നു, ബീന മാമും സിന്ധു മാമും ഉണ്ണികൃഷ്ണൻ പി എല്ലാവരും പറയുന്നു, ഓ വെരി ഗുഡ്. നിങ്ങളൊക്കെ ഒന്നുകൂടെ നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്യാനും എന്റെ അറിവിലേക്കായിട്ട് ഒന്നുകൂടെ നിങ്ങളുടെ പാഷൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഒന്നുകൂടെ എന്താണ് നിങ്ങളുടെ കറന്റ്ലി ഉള്ള പാഷൻ എന്ന് ഒന്നുകൂടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോ ഈ ഒരു 3 ക്വസ്റ്റ്യൻസിനും യെസ് എന്ന് പറഞ്ഞു. ഈ 3 ക്വസ്റ്റ്യൻസിനും യെസ് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങൾ പറയപ്പെട്ട ആ ഒരു പാഷൻ എന്താണെന്നുള്ളത് ഒന്നുകൂടെ. കേക്ക് മേക്കിംഗ്, വാവ്, നല്ലൊരു തീരുമാനം. കേക്ക് മേക്കിംഗ്. ടീച്ചിങ്, ഓ ഗുഡ്. ഓക്കെ. സോ ആൻഡ് ഫോർത്ത് വൺ ഈസ്, ഇപ്പോ നിങ്ങൾ തീരെ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആവാമെന്ന് ചോദിച്ചു. നിങ്ങൾ പണക്കാരനായാൽ അപ്ഡേറ്റഡ് ആവുമോ എന്ന് ചോദിച്ചു. മീൻസ് അത് ഒന്ന് മീൻസ് രണ്ടും നിലവിൽ അങ്ങനെയല്ല, അത് ഒരു പോസിബിലിറ്റി ആണ് ഞാൻ ചോദിച്ചത്. ദ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഒരു പോസിബിലിറ്റി ആയിരുന്നു. സോ നിങ്ങൾ നിലവിൽ നൗ അറ്റ് പ്രസന്റ് നൗ നിങ്ങൾ നിങ്ങളുടെ പാഷനിൽ അപ്ഡേറ്റ്, നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ കേക്ക് മേക്കിംഗ്, നിങ്ങൾ പുതിയ രീതിയിലുള്ള കേക്ക് ഏതാണ്, ഡ്രീം കേക്ക് വന്ന ടൈമിൽ നിങ്ങൾ ഡ്രീം കേക്കിനെ പറ്റി പഠിച്ചു. ഇപ്പോ വേറൊരു ടൈപ്പ് കേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി പഠിക്കാൻ തയ്യാറാണോ? ലൈക്ക് അങ്ങനെ നിലവിൽ കറന്റ്ലി നിങ്ങൾ നിങ്ങളുടെ പാഷനിൽ അപ്ഡേറ്റഡ് ആണോ? ഇഫ് ഇറ്റ് ഈസ് യെസ്, ഇറ്റ് ഈസ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോ, ഇറ്റ്സ് നോട്ട്. ഓക്കെ. യെസ്, ഓ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ. ദിവ്യ, യെസ്, ഓക്കെ ഫൈൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് ഒരു ജോബ് കിട്ടി. ഇപ്പോ സപ്പോസ് സനോജ് സർ പറയുന്നു ട്രേഡിംഗ് എന്ന്, അല്ലെ? അതെ, സനോജ് സർ. സോ സനോജ് സാറിന് ഒരു ട്രേഡിംഗ് കമ്പനിയിൽ, ഒരു ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനിയിൽ ഒരു ജോബ് കിട്ടി. നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഒരു സൺഡേ കഴിഞ്ഞ് മൺഡേ മോർണിംഗ് നിങ്ങൾ ജോലിക്ക് പോകാൻ നിൽക്കും. ഈ മൺഡേ ഇത് എല്ലാവരും അവരവരുടെ പാഷനിലേക്ക് കണക്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരാളെ വെച്ചിട്ട് എക്സാമ്പിൾ പറയുന്നുള്ളൂ. സോ സനോജ് സർ ഒരു ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സനോജ് സർ ഒരു സൺഡേ കഴിഞ്ഞ് മൺഡേ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ മൺഡേ എന്ന് പറയുന്നത് സനോജ് സാറുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ. ലൈക്ക് അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്നല്ല, കരിയറിൽ ട്രേഡിംഗ് എന്നുള്ള അദ്ദേഹത്തിന്റെ പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു ജോബില് ആ ഒരു ഡേ, ദാറ്റ് മൺഡേ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. സോ ആ ഒരു മൺഡേ മേ ബി നിങ്ങൾക്ക് ജോലിക്ക് പോവാതെ നിങ്ങളുടെ അസിസ്റ്റന്റിനെ അല്ലെങ്കിൽ
നിങ്ങൾക്ക് പകരം മറ്റൊരാളെ പറഞ്ഞേക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്കുണ്ട്. മൺഡേ ആണ് ജോലിക്ക് പോകുന്നത്, പാഷനേറ്റ് ആയിട്ടുള്ള ജോബാണ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. സോ ആ ഒരു ഡേ സനോജ് സാറുടെ ഒരു ഫ്രണ്ട് അന്ന് രാവിലെ വിളിച്ചിട്ട് സനോജ് സാറോട് പറയുന്നത്, ഇന്ന് ഒരു പാർട്ടി നടക്കുന്നുണ്ട് നമ്മുടെ നേറ്റീവ് പ്ലേസിൽ. ഇപ്പോൾ സപ്പോസ് കൊച്ചിയിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സനോജ് സാറിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പർപ്പസ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഒരു ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്ന് സനോജ് സാറോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു വർക്കിന് പോകുമോ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് തേടി പോകും? വർക്കിന് പോകും. വർക്ക്, വാ, ദാറ്റ്സ് ഇറ്റ്. അതാണ്. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പാഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നത്, ദാറ്റ്സ് യുവർ പാഷൻ. ഓക്കെ, സോ ഫൈനൽ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പാഷനേറ്റ് ആയിട്ട് ഒരു ജോലി കിട്ടി, ഇമ്പോർട്ടന്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ. നിങ്ങൾ ആ ഒരു ഡേയിൽ നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് കിട്ടിയാൽ എന്റർടൈൻമെന്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ജോബ് ചൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത്. സോ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ജോബ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈസ് യുവർ വർക്കിൽ എൻജോയ് ചെയ്യും. വാവ്, ദാറ്റ്സ് എൻജോയ്മെന്റ്. നമ്മള് പാഷനിലൂടെ നമുക്ക് കിട്ടുന്നത്, വാട്ട് ഈസ് പാഷൻ എന്നുള്ള പാഷന്റെ ഡെഫിനിഷനിൽ ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പാഷന്റെ ഡെഫിനിഷനിൽ ഉള്ളൊരു സംഭവമാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഗുഡ് തരുന്ന, നമുക്കൊരു ഡോപ്പമിൻ റിലീസ് തരുന്ന, നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന, നമുക്കൊരു എൻജോയ് തരുന്ന, നമുക്കൊരു ഫൺ കിട്ടുന്ന ഒരു പർപ്പസ്, അതാണ് നമ്മുടെ പാഷൻ. ഇപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ഞാൻ ഹാപ്പി ആവുന്നുണ്ട്, ലൈക്ക് എനിക്ക് ഡോപ്പമിൻ റിലീസ് വരുന്നുണ്ട്, ലൈക്ക് സോ ദാറ്റ്സ് മൈ പാഷൻ. ഓക്കെ, സോ മേ ബി നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ പാഷൻ മാറിയെന്ന് വരും, മേ ബി നെക്സ്റ്റ് ഇയർ മാറിയെന്ന് വരും, 10 years ലേറ്റർ മാറിയെന്ന് വരും. എങ്ങനെയൊക്കെ നിങ്ങളുടെ പാഷൻ മാറിയാലും ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് റെലവെന്റ് ആണ്. ഈ ഒരു 5 ക്വസ്റ്റ്യൻസിന് യെസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് നിങ്ങളുടെ പാഷൻ ആവുന്നത്. ആൻഡ് ഡു ഫോളോ യുവർ പാഷൻ. ഓക്കെ, സോ ഫൈനലി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ഫൈനലി ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് കൂടെ പരിചയപ്പെടുത്താം. പാഷൻ എന്നുള്ള ഒരു ടേം നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, പാഷനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പുസ്തകമുണ്ട്, ക്രഷ് ഇറ്റ്. ഗ്യാരി വേ എന്നുള്ള ഒരു ഓഥറിന്റെ പുസ്തകമാണ്. അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കോർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹൗ ക്യാൻ യു ക്യാഷ് ഇൻ യുവർ പാഷൻ എന്നുള്ളതാണ്. സോ ബുക്കിന്റെ പേര് വേണ്ടവർ നോട്ട് ചെയ്യാം, ക്രഷ് ഇറ്റ്, ഗ്യാരി വേ, അതാണ് ഓഥറിന്റെ പേര്. ക്രഷ് ഇറ്റ് ഞാൻ ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ സാറേ, പാഷനേറ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും കൂടെ ടെക്സ്റ്റ് ചെയ്യണേ. ഓ ഷുവർ, അത് ഗ്രൂപ്പിൽ ഇട്ടാ മതിയോ? ഗ്രൂപ്പിൽ ഇട്ടാ മതിയോ? ഷുവർ. സോ പുസ്തകത്തിന്റെ നെയിം ക്രാഷ് ഇറ്റ് എന്നാണ്, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓഥറുടെ നെയിം ഗ്യാരി വേ. ഓക്കെ, സോ ആ ഒരു പുസ്തകം നിങ്ങൾക്ക് പാഷൻ എന്നുള്ളൊരു ടേം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, സോ വെൻ വേർ പാഷൻ ഇഗ്നൈറ്റ്സ് എന്നുള്ള എൻ്റെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇത്രയും നേരം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് യു എ നൈസ് ഡേ. So, Gopiക. So. ഓക്കെ, താങ്ക് യു നസ്രുദ്ദീൻ. ഓക്കെ, അപ്പോ ഇതിന്റെ ഫീഡ്ബാക്ക് ഞാൻ പറയുന്നതിൽ കൂടുതൽ ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തും ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നുണ്ട്. സോ സുലൈഹ മാം. ഹായ് മാജിക് മോർണിംഗ് മാം. ഞങ്ങള് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ക്ലാസ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച കാര്യം കറക്റ്റ് ഞങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫാഷൻ, ഞാനിപ്പോ ഇത് കിട്ടിയപ്പോ ശരിക്കും ആദ്യം യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാണ്. ഞാൻ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ടീച്ചിങ്ങും ട്രെയിനിങ്ങും രണ്ടും ഒരേ ഇതിലിങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ആൻസറും കൊടുക്കുന്നുണ്ടായിരുന്നു. എസ് തന്നെ ആദ്യത്തെ 2-3 എണ്ണത്തിൽ വന്നത്. 4ാമതാകുമ്പോൾ ടീച്ചിങ് അപ്ഡേറ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ടീച്ചിങ് അപ്ഡേറ്റ് അല്ല.
അപ്പൊ ഞാൻ അത് അല്ല, മറ്റേതിൽ നോക്കുമ്പോൾ അപ്ഡേറ്റ് ആണ്, നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് റിപ്ലൈ കൊടുക്കാനുള്ളത്. ഒരു പാർട്ടീൻ്റെതും വരുമ്പോൾ ഒരിക്കലും പാർട്ടിക്ക് പോവില്ല നമ്മൾ, കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആവുമ്പോൾ ആ എൻജോയ്മെന്റിന് നല്ല പ്രാധാന്യം കൊടുക്കും. അപ്പൊ ശരിക്കും നമ്മുടെ പാഷൻ പിന്നെ മാറുമെന്ന് പറഞ്ഞപ്പോഴും സംശയമായി, അയ്യോ അങ്ങനെ മാറുമോ പാഷൻ, അത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ആയി. അപ്പൊ 10 ഇയർ ബാക്ക് നോക്കുമ്പോൾ ടീച്ചിങ് ആയിരുന്നു ഞാൻ കോൺട്രാക്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു ദിവസം കിട്ടിയാലും സ്കൂളിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോകാൻ റെഡി ആയിരുന്നു ഇതുവരെ. അങ്ങനെയായിരുന്നു ടീച്ചിങ്ങിന്റെ ഇതിൽ വരുമ്പോൾ. അപ്പോ ജസ്റ്റ് ചേഞ്ച് ആയത് അതിനേക്കാളും കൂടുതൽ കൂടി ടീച്ചിങ് ആകുമ്പോൾ അതിലൊതുങ്ങും, പക്ഷെ അതല്ല, അതിന് അപ്പുറത്തേക്ക് വേണമെന്നുള്ളതിലാണ് ഒരു ട്രെയിനിങ്ങിൽ വന്നത്. അപ്പോ അടിപൊളി ക്ലാസ് ആയിരുന്നു. ശരിക്കും താങ്ക്സ് ഗോഡ്, താങ്ക് യു സോ മച്ച്. പിന്നെ ആ ബുക്കും പരിചയപ്പെടുത്തിയല്ലോ, സൂപ്പർ ആണ്, ഇനി നോക്കണം. താങ്ക് യു. Okay, ma'am. Then Sindhu ma'am. ഹായ്, മാജിക് മോർണിംഗ്. ആദ്യമായിട്ട് കാണുന്നു, ആദ്യമായിട്ടുള്ളൊരു ക്ലാസ്. പക്ഷെ ആദ്യമായിട്ടുള്ള ക്ലാസ് ഒന്നും തോന്നിയില്ല. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പാഷനെ പറ്റിയിട്ട്. അപ്പൊ ഞാനിപ്പോ ടീച്ചിങ് ആണ്. ഒരു 10 കൊല്ലം മുന്നേ ഞാൻ ടീച്ചിങ് തന്നെയായിരുന്നു. അതിനേക്കാൾ ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒരു പാഷനും കൂടി ഉണ്ട്. കാരണം ബിമാജിക്കിൽ വന്നതിന് ശേഷം തുടങ്ങിയതാണ് ഒരു മോട്ടിവേഷണൽ ട്രെയിനർ ആവണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. അത് എന്തായാലും ബിമാജിക്കിലൂടെ തന്നെ ഞാനത് നേടിയെടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സുലേഖ മാം പറഞ്ഞ പോലെ നമ്മള് നല്ലൊരു പാഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്. നമ്മൾ അതിലേക്കാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ് ആവുക. അപ്പൊ അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയ കാര്യമാണ്. പിന്നെ മീൻ പിടിക്കാൻ പോണ കാര്യം പറഞ്ഞത്, എന്റെ മൂപ്പരൊരു ഫിഷിംഗ് മാനാണ്. മൂപ്പരെ ഹാബി അറിയണം അത് തന്നെയാണ്. അപ്പൊ പോണ സമയത്ത് വർക്കുള്ള സമയത്തൊക്കെ പോവാണെങ്കിൽ ഞാൻ ഒരുപാട് വഴക്ക് പറയും. പക്ഷെ അന്ന് കാണാൻ വൈകുന്നേരം വരുമ്പോ ഒരുപാട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോ ഒരെണ്ണമെങ്കിലും അത് നല്ല വെയിറ്റ് ഉള്ള മീനൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. അപ്പൊ എന്നോട് പറയും, രാവിലെ മുമ്പ് പിന്നെ എന്തൊക്കെ പറഞ്ഞപ്പോ കണ്ടില്ലേ മീൻ കൊണ്ടുവന്ന്. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇപ്പുറത്ത് വേറൊരു വരുമാനം ഉള്ളത് അവിടെ ഇട്ടിട്ടാണല്ലോ ഈ പോണത്. അപ്പൊ അത് നമ്മൾ ചീത്ത പറയാറുണ്ട്. എന്നാലും അവരുടെ ഹോബി അതല്ലേ, അവരത് ചെയ്യട്ടെ എന്നും അതും മനസ്സിൽ തോന്നാറുണ്ട്. അതൊക്കെ പറയുമ്പോ എനിക്ക് സത്യം പറഞ്ഞ നല്ല ഇഷ്ടപ്പെട്ടു ക്ലാസ്. എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങൾ എടുത്തു വരണം. ഓക്കെ, ഒരുപാട് താങ്ക്സ്. ഓക്കെ മോനെ, ഓക്കെ. ഷുവർ മാം, താങ്ക് യു. ആൻഡ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണം, നിങ്ങൾ അതിലേക്ക് എത്തും എന്നുള്ളത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. Okay, Sindhu ma'am. Then Hakim sir. Hakim sir, കേൾക്കാവോ? Okay. അതെ, കേൾക്കാം. ഗുഡ് മോർണിംഗ്. പിന്നെ നസറുദ്ദീൻ എന്നുള്ള പേര്? അതെ, നസ്രുദ്ദീൻ. നസറുദ്ദീൻ അതിൽ പഠിക്കുന്ന ഏതിലാ പഠിക്കുന്ന പറഞ്ഞാൽ? ഞാനിപ്പോ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. +2 കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വിചാരമാണ് അസൂയ. അപ്പോ നസറുദ്ദീനോട് എനിക്കൊരു അസൂയാണ് തോന്നുന്നത്. കാരണം ഞാൻ 2014 പിന്നെ ഞാൻ ആദ്യമൊക്കെ പിന്നെ നന്നായിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ പ്രസംഗിക്കായിരുന്നു. ചെറുപ്പത്തിലൊക്കെ മദ്രസയിലൊക്കെ പ്രസംഗ പരിപാടിയിലൊക്കെ നമ്മൾ പ്രസംഗ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം ചെറുപ്പത്തില് ശേഷം പിന്നെ അങ്ങനെ പങ്കെടുക്കാറില്ല. പിന്നെ എനിക്ക് സ്റ്റേജ് ഫിയറൊക്കെ വന്ന് അങ്ങനെ ആ പ്രോഗ്രാമിന് പങ്കെടുക്കാതായി. അതിനുശേഷം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒരു JCI എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ എത്തിയതാണ്. പിന്നെ ജൂനിയർ ചാമ്പ്യൻ ഇന്റർനാഷണൽ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അതില് കുറച്ച് ട്രെയിനിങ്, അതായത് ട്രെയിനിങ് ഓറിയന്റഡ് സംഘടനയാണ്. അപ്പൊ അതിലെത്തിയപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ് എന്നുള്ളൊരു ഇതുണ്ട് എന്ന് മനസ്സിലായത്. ഒരു പ്രൊഫഷൻ ഉണ്ട്, കോർപ്പറേറ്റ് ട്രെയിനിങ് അങ്ങനെ ഉണ്ട്. അതിലൊരുപാട് ട്രെയിനിങ് ഞാൻ പങ്കെടുത്തത്. അപ്പൊ അന്ന് ഉള്ള ഒരു പാഷനാണ് എനിക്ക് ട്രെയിനിങ് എന്നുള്ളത്. ഒരുപാട് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2014 മുതൽ ഇങ്ങോട്ട് ഞാൻ ഒരുപാട് ട്രെയിനിങ്, പിന്നെ അതില് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം തന്നെ പിന്നെ
ട്രെയിനറായിട്ട് സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ORC എന്ന് പറഞ്ഞൊരു അവർ റെസ്പോൺസിബിൾ ചിൽഡ്രൻ എന്ന ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റിൽ കുട്ടികൾക്ക് ഒരു സ്മാർട്ട് പോർട്ടൽ ക്യാമ്പയിനിന്റെ ഒരു ട്രെയിനറായിട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് പക്ഷെ എന്നിട്ട് പോലും പിന്നെ ആ ട്രെയിനിങ്ങിന് എനിക്കൊരു ഞാനൊരു ട്രെയിനറാണ് എന്ന് എനിക്കൊരു ഗഡ്സിൽ പറയാൻ പറ്റില്ല. ഇപ്പം നസറുദ്ദീൻ ഈ പ്രായത്തില് പിന്നെ +2 പഠിക്കുന്ന ഈ പ്രായത്തില് എന്റെ പാഷൻ തിരിച്ചറിഞ്ഞ് അത് പിന്നെ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് ഞാനൊരു ട്രെയിനറാണ് എന്നിട്ട് ട്രെയിനിങ് എടുക്കാൻ വന്ന ക്ലാസ്സിനെ പിന്നെ സത്യത്തിൽ ഞാനൊരു ഇതിനാണെങ്കിൽ എണീക്കുന്ന കൈയടിച്ചേനെ. പിന്നെ നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ആ ഒരു നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഈ ഒരു പ്രായത്തിൽ തന്റെ പാഷനെ തിരിച്ചറിയുക, അത് മുന്നോട്ട് വരിക, അതിന് ധൈര്യത്തോടെ മുന്നോട്ട് വരിക, അതിനുള്ള എന്ത് കോൺസിക്വൻസും നേരിടാനായിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ജീവിതത്തിൽ പിന്നെ ഇനി അങ്ങോട്ട് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പോയിന്റ് വൈസ് ആ ചോദ്യങ്ങളൊക്കെ വളരെ റിലവന്റ് ആയ ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത് പിന്നെ എന്നെ സംബന്ധിച്ചൊരു വളരെ നല്ലൊരു മോട്ടിവേഷൻ ആണ്. കാരണം എന്റെ പാഷനെ എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് കാലങ്ങളായി. പക്ഷെ അതിനെ ഫോളോ ചെയ്യാൻ, അതിന് എന്താ പറയാ, അത് മുറുകെ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് വന്ന്, പക്ഷെ ബിസിനസ് ചെയ്യുമ്പോഴും എന്റെ ഉള്ളിൽ ഉള്ളൊരു ട്രെയിനർ ആവണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോ എനിവേ താങ്ക് യു. സമയം ദീർഘിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് യുവർ ഫ്യൂച്ചർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഭയങ്കര ഒരു പ്ലഷർ മൊമെന്റ് ആണ് സാറിന്റെ റിവ്യൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞ മോളെ, സത്യം പറഞ്ഞ എനിക്കും തോന്നിപ്പോയി. കാരണം +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തരിക എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഒരു എന്താ പറയാൻ വാക്കുകളില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോലി അടിച്ച് നടക്കുക, എന്ത് പാഷൻ, ഇപ്പൊ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ള മാത്രം ഞാൻ ഇതുവരെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു പ്രായത്തിലും നമ്മളെ പാഷനെ തിരിച്ചറിഞ്ഞ് നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനും അത് നല്ല ഇഷ്ടത്തോടെ മറ്റുള്ളവരോട് പറയാനും അത് അപാരം തന്നെ ട്ടാ. എന്തായാലും മോൻ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ സിന്ധു മാം. ഓക്കെ, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ദിവ്യ മാം, ബീന, സുനിൽ മാം ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 വേർഡ്സ് പറഞ്ഞ് എന്തായാലും നിങ്ങൾ വൈൻഡപ്പ് ചെയ്തോളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ഗ്രൂപ്പിൽ വിഷസും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം കേട്ടപ്പോഴ്. ഇത്രയും ചെറിയൊരു കുട്ടി ഇത്ര നന്നായിട്ട് ക്ലാസ് എടുക്കാനും അവരുടെ പാഷനെ പറ്റി തിരിച്ചറിയാനും സാധിക്കുന്നതിൽ, മറ്റുള്ളവരുടെ അടുത്ത് അത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഞാനൊരു അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആളാണ്, അക്കൗണ്ടന്റ് ആണ്. പക്ഷെ എന്റെ പാഷൻ എന്ന് പറഞ്ഞാല് ടീച്ചിങ് ആണ്. അപ്പോ എന്താ പറയാ, 2020 തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് ചെയ്യുക എന്നുള്ളത്, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോ ആ സമയത്ത് പൈസയൊന്നുമല്ല, പക്ഷെ കുട്ടികളെ 2-3 കുട്ടികൾ, ഒരുപാടല്ല, പക്ഷെ അവരിരുന്ന് സൺഡേ ആവുമ്പോ കുറച്ചു നേരം പറഞ്ഞു കൊടുക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതൊരു വലിയ ഗ്രേറ്റ്ഫുൾ ആണ്. സത്യം പറഞ്ഞ വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ താങ്ക് യു, നല്ലൊരു ക്ലാസ്സിന്. താങ്ക് യു മോനെ. താങ്ക് യു. Then Beena ma'am. ഹായ്, ഹലോ. നല്ലൊരു ട്രെയിനർ ആവാൻ ആശംസിക്കുന്നു കേട്ടോ. നല്ലൊരു ട്രെയിനറായി തീരും. ഓക്കെ. പിന്നെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ, കൂടുതൽ മോറായി ചെയ്യണം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ ഫാത്തിമ മിൻഹ പറഞ്ഞില്ലേ, അത് സാബര ടീച്ചറെ മോളാണോ? ഹലോ. സാബര ടീച്ചറും ഹസ്ബൻഡും ആദ്യം ബി മാജിക്കിലെ മെമ്പർമാരായിരുന്നു. അത് ഞാനൊരു 2 days മുന്നേ ഞാനത് അറിഞ്ഞത്. സേഫ് സാറ് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇത് മീൻസ് ഞാന് ഈ മിൻഹയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ഐ തിങ്ക് ഒരു 2 years ബാക്ക് ആണ്. പിന്നെ ബി മാജിക് അംഗമായിരുന്നു, സേഫ് സാറുടെ ഫ്രണ്ടാണ് ഇവര് എന്നുള്ളത് ഒരു 2 days ബാക്ക് ആണ് ഞാൻ സാറായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്തപ്പോ സാർ ഭയങ്കര സന്തോഷം തോന്നി. അതേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോ ലൈക്ക്
അതെ അതെ സൈഫർ പറയുന്ന പോലെ ലോ ഓഫ് അട്രാക്ഷൻ. ടീച്ചർ ബി മാജിക്കിലുള്ള ആദ്യം പറയായിരുന്നു മോളെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടു ആൾ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും നസ്രുദ്ദീന് കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ടീം മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നസ്രുദ്ദീൻ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും നസ്രുദ്ദീന് കൊടുക്കുക. എല്ലാവരുടെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു താങ്ക് യു Thank you, sir. താങ്ക് യു Thank you. നസു, താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.